എല്ലാവർക്കും RJ's മാൻ പവർ ട്രെയിനിങ്ങിലേക്ക് സ്വാഗതം. RJ's മാൻ പവർ ട്രെയിനിങ് എന്നാൽ മാനിഫെസ്റ്റേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മാനസികമായ വിഷമങ്ങൾ അനുഭവിക്കുന്നു, അതിൽ നിന്നൊരു മുക്തി വേണം. ഇപ്പോൾ ജീവിക്കുന്ന ഈ ജീവിതത്തിൽ നിന്നൊരു മാറ്റം നിങ്ങൾക്ക് വേണം. ജീവിതത്തിനൊരു അർത്ഥം വേണം. അതിനായി നല്ല സ്വപ്നങ്ങൾ കാണണം. അതിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ നല്ല എനർജറ്റിക് ആയിരിക്കണം. നമ്മുടെ ബോധം ഉയരണം. അതിനായി നമ്മൾ എന്തെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും? സൈക്കോളജി പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലുള്ള സബ്ജക്റ്റുകൾ ഇതിൽ അപ്ലൈ ചെയ്ത് നോക്കും. സ്പിരിച്വൽ സയൻസ്, അതിലൂടെ നമ്മൾ പല കാര്യങ്ങളും അപ്ലൈ ചെയ്ത് നോക്കും. അങ്ങനെ ജീവിതത്തിൽ നിങ്ങളെ ഉയർച്ചയിലേക്ക് എത്തിക്കുക. നിങ്ങളൊരു സന്തോഷത്തോടെ, ഒരു പോസിറ്റിവിറ്റിയുള്ള, ഒരു ഉത്സാഹമുള്ള വ്യക്തിയാക്കി മാറ്റുക എന്നുള്ളത് മാത്രമാണ് RJ's മാൻ പവർ ട്രെയിനിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. നല്ല ഒരു മനുഷ്യനാകുക, അതാണ് RJ's മാൻ പവർ ട്രെയിനിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, ഒന്നുകിൽ അവനവനെ വിശ്വസിക്കുക, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുക. ഇത് രണ്ടുമല്ലാത്ത രീതിയിൽ നടക്കുന്ന ചിലരുണ്ട്. അവനവനിലും വിശ്വാസമില്ല, എന്നാൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഉണ്ട്, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു ഉറപ്പില്ലായ്മ. അത് തന്നെയാണ് ഒരു കാരണം, ജീവിതത്തിൻ്റെ പരാജയത്തിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ചില ആളുകളുണ്ട്, സ്വന്തം ശക്തിയിൽ നല്ല വിശ്വാസമുണ്ട്, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അവർക്ക് നല്ല വിശ്വാസമുണ്ടായിരിക്കും. അങ്ങനെ ജീവിതത്തിൽ അവർ നേടാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ ചെയ്യുന്നത് അത് 100% ശരിയാണ്. പക്ഷേ എല്ലാവർക്കും അത് സാധിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളെക്കാളും ശക്തിയുള്ള എന്തിനെങ്കിലും ഒരു അവതാര പുരുഷനെയോ, അല്ലെങ്കിൽ ഈ പ്രപഞ്ച ശക്തിയെയോ തന്നെ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ശക്തിയെയോ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? വിശ്വസിക്കുക. ഉറച്ച വിശ്വാസം, 100% വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അവതാര പുരുഷൻ്റെ, ശ്രീകൃഷ്ണനായിക്കോട്ടെ, അല്ലെങ്കിൽ ബുദ്ധനോ യേശുവോ ആയിരിക്കോട്ടെ, അവരുടെ നാമങ്ങളോ വചനങ്ങളോ പറഞ്ഞ് നടക്കുകയല്ല ചെയ്യേണ്ടത്. അവർ പറഞ്ഞ തത്വങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കി കൊണ്ടുവരിക, നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ കൃഷ്ണഭക്തനാണെങ്കിൽ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. യേശുവിനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ ബൈബിളിൽ എന്താണ് കാണുന്നത്, യേശു എന്താണ് പറഞ്ഞത്, എങ്ങനെ ജീവിക്കണമെന്നാണ് പറഞ്ഞത്, അതേപോലെ ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് എന്തിലും പഠിപ്പിക്കുന്ന നമ്മൾ മൈൻ പവർ ട്രെയിനിങ്ങിലൂടെ നമ്മൾ വളരെ ലളിതമായ രീതിയിലൊക്കെ പഠിപ്പിക്കുന്നത്. അത് പഠിക്കാനായിട്ടൊരു കോഴ്സ് ചെയ്യണം എന്ന കാര്യമൊന്നുമില്ല. സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ ധാരാളം അവൈലബിൾ ആണ്. 500 രൂപ അത്രയൊക്കെ റേഞ്ചിൽ നമ്മൾക്ക് ലഭ്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങനെയുള്ള ബുക്കുകൾ മേടിച്ച് വായിച്ച് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ മാറ്റങ്ങൾ വരാനായിട്ട് സാധിക്കും. ഈ ലൈഫ് കോച്ചിങ്ങിലൊക്കെ നമ്മൾ പറയും, 21 ദിവസം കൊണ്ട് നിങ്ങളിൽ പരിപൂർണമായ മാറ്റം ഉണ്ടാക്കാം, ജീവിത വിജയം ഉണ്ടാക്കാം. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. 21 ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇനിയുള്ള കാലം നമ്മൾക്ക് എങ്ങനെ ജീവിക്കാം എന്നതിനെക്കുറിച്ചൊരു ധാരണയുണ്ടാകും. ഇനിയുള്ള കാലം എങ്ങനെയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം നമ്മുടെ റൂട്ടീൻ എന്ന് പറയുന്നത്, എത്രത്തോളം ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം, എങ്ങനെ നമ്മുടെ മനസ്സായിരിക്കണം, എത്രത്തോളം വിശുദ്ധമായിരിക്കണം, ശുദ്ധമായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ളൊരു ബോധം നമ്മളിൽ ഉണ്ടാകും. അത് ജീവിതകാലം മുഴുവനും തുടർന്നു കൊണ്ടുപോകേണ്ടതായും വരും. 21 ദിവസം കഴിഞ്ഞാലൊന്നും ഒരു പ്രത്യേകമായ മാറ്റങ്ങളൊന്നും അധികം കണ്ടിട്ടില്ല. നമ്മൾക്ക് തന്നെ അറിയാവുന്നതാണ്, ഒരുപാട് വെബിനാറുകൾ കാണാറുണ്ടല്ലോ. എന്താണ് മില്യനെയർ കോഴ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് എത്ര മില്യനെയർ ഈ ലോകത്ത് ഉണ്ടായി എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. അതിന് ശേഷമായിരിക്കണം ഇത്രയ്ക്കും അധികം പൈസ കൊടുത്തുകൊണ്ടുള്ള ഓരോ കോഴ്സും നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. നമ്മൾ അറിവ് നേടുക, ബുക്ക് വായിച്ചിട്ടൊക്കെ അറിവ് നേടുക. പിന്നെ ആദ്യം ചെറിയ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് അതെല്ലാം അപ്ലൈ ചെയ്ത് നോക്കി നമ്മളിൽ മാറ്റം വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. അതിന് ശേഷം മതി ഇല്ലാത്തവരും കൊണ്ടുപോയി 10,000 കണക്കിന് രൂപയെല്ലാം കൊടുക്കുന്നത്.
ലൈഫ് കോച്ചിങ്ങിനെയോ ലോ ഓഫ് അട്രാക്ഷനെയോ കുറ്റം പറയുന്നതല്ല. ലോ ഓഫ് അട്രാക്ഷനൊക്കെ നമ്മൾ എന്ത് ചെയ്താലും ഇല്ലെങ്കിലും അത് നടക്കും. അത് യൂണിവേഴ്സൽ ലോയാണ്. യൂണിവേഴ്സൽ ലോ എന്ത് തന്നെ ആയാലും അത് പ്രവർത്തിക്കും. നമ്മുടെ ഉള്ളെങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും പുറം ലോകം എന്ന് പറയുന്നതൊക്കെ. അത് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി ബുക്കുകൾ വായിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ. അതിന് വേണ്ടി പ്രത്യേക കോഴ്സുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ബുക്ക് വായിച്ചിട്ടും അത് ചെയ്യാൻ അറിയുന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരാളുടെ, ഒരു ട്രെയിനറുടെ, ഒരു മെൻറ്ററുടെ ഒക്കെ ഒരു ഹെൽപ്പ് വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഹെൽപ്പ് എടുത്ത് ചെയ്യാവുന്നതാണ്. പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒന്നുകിൽ അവനവനിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണമെന്നാണോ ദൈവം പറഞ്ഞിട്ടുള്ളത് അതേപോലെ നമ്മൾ ജീവിക്കണം. അങ്ങനെയൊന്നും നമ്മൾ നമ്മുടെ ലൈഫിലെ ആ കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യാതെ വരുമ്പോഴാണ് ജീവിത തകർച്ചകളെ നമ്മൾ നേരിടേണ്ടി വരുന്നത്. ഞാൻ പാവമാണ്, മറ്റുള്ളവർ ക്രൂരന്മാരാണ്, എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. ഈ അസൂയ, കുശുമ്പ്, ദേഷ്യം എന്ന് പറയുന്നത് മാത്രമല്ല നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഈ കുറ്റബോധം, ഷെയിം അങ്ങനെ പറഞ്ഞ് വൈബ്രേഷണൽ ചാർട്ട് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ കാണാൻ പറ്റും. അതിൽ നിന്ന് നമ്മൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും നമ്മുടെ വൈബ്രേഷൻ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത്. നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾക്ക് ഉയരാനായിട്ട് സാധിക്കണം. അതിനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടും സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ ലൈഫിലെ മാറ്റങ്ങൾ നമ്മൾക്ക് പ്രത്യക്ഷമായി അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.